നമസ്കാരം. റേഷൻ കാർഡ് ഉള്ളവർക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും പുതിയതും വളരെ ഗൗരവകരവുമായ ഒരു അറിയിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. കേരളത്തിലെ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡ് അംഗങ്ങൾക്കുള്ള മസ്റ്ററിംഗ് അഥവാ അപ്ഡേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പലരും ഇത് ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല. ഇത് കൃത്യസമയത്ത് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ റേഷൻ വിഹിതം തടയപ്പെടുമെന്ന് സിവിൽ സപ്ലൈസ് വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? അവസാന തീയതി എന്നാണ്? വിശദമായി നോക്കാം. പ്രധാനമായും മഞ്ഞ, പിങ്ക് കാർഡുകളിൽ പേരുള്ള എല്ലാ അംഗങ്ങളും മസ്റ്ററിംഗ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. വെള്ള, നീല കാർഡുകാരുടെ കാര്യത്തിൽ ഇപ്പോൾ ആശങ്ക വേണ്ട. എന്നാൽ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ടവർ റേഷൻ കടയിൽ നേരിട്ടെത്തി ഈ പോസ് മെഷീനിൽ വിരലടയാളം പതിപ്പിച്ച് മസ്റ്ററിംഗ് പൂർത്തിയാക്കണം. അംഗങ്ങളുടെ എണ്ണം കൃത്യമാണോ എന്ന് ഉറപ്പുവരുത്തി അനർഹരെ ഒഴിവാക്കുക എന്നതാണ് സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് കുട്ടികൾക്കും പ്രായമായവർക്കും ബയോമെട്രിക് ലഭിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നത്. ആധാർ കാർഡിൽ 5 വയസ്സിലോ 15 വയസ്സിലോ ബയോമെട്രിക് അപ്ഡേറ്റ് ചെയ്യാത്ത കുട്ടികൾക്ക് മസ്റ്ററിംഗ് പലപ്പോഴും പരാജയപ്പെടാറുണ്ട്. അങ്ങനെയുള്ളവർ ആദ്യം ആധാർ അപ്ഡേറ്റ് ചെയ്യേണ്ടിവരും. പ്രായമായവർക്ക് വിരലടയാളം കിട്ടുന്നില്ലെങ്കിൽ ഐറിസ്, കണ്ണ് പരിശോധന വഴിയുള്ള മസ്റ്ററിംഗും ലഭ്യമാണ്. ഇനി വിദേശത്തുള്ളവരുടെ കാര്യം നോക്കിയാൽ അവർക്ക് ഇപ്പോൾ മസ്റ്ററിംഗ് ചെയ്യാൻ സാധിക്കില്ല. അവർ നാട്ടിലെത്തുമ്പോൾ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങൾ വരുമെന്നാണ് നിലവിലെ സൂചന. നിങ്ങളുടെ മസ്റ്ററിംഗ് കഴിഞ്ഞോ എന്ന് അറിയാൻ റേഷൻ കടയിൽ പോയി ചോദിക്കുന്നതാണ് ഏറ്റവും എളുപ്പമുള്ള വഴി. അതല്ലെങ്കിൽ സപ്ലൈകോയുടെ വെബ്സൈറ്റിൽ സിറ്റിസൺ ലോഗിൻ വഴി നിങ്ങളുടെ കാർഡ് നമ്പർ നൽകി സ്റ്റാറ്റസ് നോക്കാവുന്നതാണ്. ഓരോ അംഗത്തിന്റെയും പേരിന് നേരെ KYC സക്സസ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി ഒന്നും ചെയ്യേണ്ടതില്ല. റേഷൻ കാർഡ് സംബന്ധിച്ച ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും ഷെയർ ചെയ്യുക. കാരണം പലരും ഇത് ഗൗരവമായി എടുക്കാത്തതുകൊണ്ട് അവരുടെ റേഷൻ വിഹിതം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ സർക്കാർ അറിയിപ്പുകൾക്കും സേവനങ്ങൾക്കുമായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമന്റ് ആയി ചോദിക്കാവുന്നതാണ്. നന്ദി.